നമസ്കാരം, വി ഡി ബിൻഡോയാണ്. ഞാനിപ്പോൾ എൻ്റെ പൂളക്കുറ്റിയിലുള്ള തറവാട്ട് വീട്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പഴയകാല കുട്ടിക്കാല ഓർമ്മകൾ എന്നെ ഇങ്ങനെ ഓളം തല്ലി ഒഴുകി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുട്ടിക്കാലഘട്ടത്തിൽ ഒരു 76 കാലഘട്ടങ്ങളിലാണ് ഞാൻ ജനിക്കുന്നത്. ആ സമയത്ത് ഞാനിവിടെ ഇരുന്ന് ഇന്നത്തെ തലമുറയുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയായിരുന്നു. ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ അവർ തെറ്റ് കണ്ടാൽ നമുക്ക് ശിക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. അവർ തെറ്റ് കണ്ടാൽ അവരെ വിമർശിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ ഞങ്ങളുടെ കുട്ടിക്കാലഘട്ടത്തിൽ എൻ്റെ അമ്മയെപ്പോലെ തന്നെയായിരുന്നു എൻ്റെ ചുറ്റുവട്ടമുള്ള വീട്ടിലെ അമ്മമാരെല്ലാം. എൻ്റെ വലതുവശത്തെ വീടുകളിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ അപ്പുറം എനിക്ക് അക്കരെ അമ്മ, എൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയാൽ പുത്തൻ വീട്ടിലമ്മ, മുൻപത്തെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ളത് എൻ്റെ വെള്ളക്കടയിലമ്മ, അപ്പുറത്തേക്ക് നോക്കിയാൽ കള്ളിക്കുഴിയിലമ്മ, അതിനപ്പുറത്ത് നോക്കിയാൽ ഇലവുങ്കലമ്മ, മുകളിലേക്ക് നോക്കിയാൽ മേക്കുന്നേലമ്മ. ഇങ്ങനെ എല്ലാവരും എൻ്റെ അമ്മമാരായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പട്ടിണിയിലായിരുന്നു. ദിവസങ്ങളോളം പട്ടിണി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവില്ല. 10 ദിവസത്തോളം ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന മനുഷ്യരിൽ ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ വിശക്കുമ്പോൾ എൻ്റെ അമ്മയോട് ചോദിക്കും, അമ്മേ, എപ്പോഴാണ് വയറ് നിറച്ച് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക എന്ന്. അപ്പോൾ അമ്മ പറയും, മുറ്റത്തിരുന്ന് ഈശോനോട് കൈകൂപ്പി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പെരയ്ക്കകത്ത് പോയി കമന്ന് കിടന്ന് കരയുന്ന അമ്മയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മ വല്ലാണ്ട് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് അന്ന് വിറക് കത്തിക്കുന്ന അടുപ്പിൽ കുറച്ച് വിറക് കത്തിച്ച് ഒരു കലമെടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഈ തെങ്ങിൻ്റെ പൂക്കുല കൊഴിഞ്ഞു വീഴുമ്പോൾ അതിൽ 2-3 പൂവ് എടുത്തിട്ടിട്ട് അതമ്മ പെറുക്കി വയ്ക്കുമായിരുന്നു. ആ പൂവ് എടുത്തിട്ട് തിളപ്പിച്ച് കുറച്ച് കളറ് മാറിയ വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുതരും. ആ വെള്ളം കുടിച്ച് വിശപ്പ് മാറ്റിയിരുന്ന ഞങ്ങളുടെ ഒരു കുട്ടിക്കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ ഈ തലമുറയുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്കിന്ന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇന്ന് വിശപ്പറിയാത്ത, വിശപ്പിൻ്റെ വിളി അറിയാത്ത, എന്തു കൊടുത്താലും ഭക്ഷണം കൊടുത്താലും കഴിക്കാത്ത മക്കൾ അവരിന്ന് എന്തൊക്കെയോ ലോകത്തേക്ക് ഓടി നടക്കുകയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഞങ്ങളെ ഉപദേശിക്കുമായിരുന്നു, അവർ ഞങ്ങളെ ശിക്ഷിക്കുമായിരുന്നു, അവർ ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുമായിരുന്നു, അവർ ഞങ്ങളെ നേർവഴിക്ക് നയിക്കുമായിരുന്നു. അന്ന് ഞങ്ങളുടെ ചുറ്റും മതിലുകൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ചുറ്റും വേലിക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാം ഞങ്ങളുടേത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.